The time in this earth is short, but the time in eternity is long. It is therefore, live this short life in the light of eternity. ഈ ഭൂമിയിലെ സമയം ഹ്രസ്വമാണ്, എന്നാൽ നിത്യതയിലെ സമയം ദൈർഘ്യമേറിയതാണ്. അതിനാൽ ഈ ഹ്രസ്വജീവിതം നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുക. നമുക്കൊരു ജീവിതം അതെങ്ങനെയും ജീവിക്കുവാനുള്ളതല്ല. ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് നമ്മെ ദൈവം ഒരു ഇടക്കാലത്തേക്കായി ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. നാം ഇവിടെ നമ്മുടെ ദൗത്യം നിർവഹിച്ച ശേഷം കടന്നു പോകുവാനുള്ളവരാണ്. ഇവിടുത്തെ ജീവിതം താൽക്കാലികവും ക്ഷണികവുമാണ്. എന്നാൽ നിത്യതയിലെ ജീവിതം നിലനിൽക്കുന്നതും ദൈർഘ്യമേറിയതുമാണ്. ആയതിനാൽ ദൈർഘ്യമേറിയ ജീവിതത്തിനായി നാം കൂടുതൽ ചിന്തിക്കുകയും കരുതുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഈ ലോകവാസത്തിൽ നാം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും കാണുന്നതുമെല്ലാം നിത്യതയുടെ വെളിച്ചത്തിലായിരിക്കണം ചെയ്യേണ്ടിയത്. നമ്മുടെ നിത്യഭവനം സ്വർഗത്തിലാണ്. ഈ ലോകത്തിലൂടെ നാം കടന്നു പോകുന്നു എന്ന് മാത്രം. ജിം റീവ്സ് മനോഹരമായി പാടിയ ചില വരികൾ ഇങ്ങനെ: "This world is not my home. I'm just passing through. My treasures are laid up somewhere beyond the blue." അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം: "ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ." ഭൂമിയെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നവർ ഈ ഭൂമിയിൽ കൂടുതൽ സമ്പാദിച്ചു കൂട്ടുന്നു. ഉയരത്തിലുള്ളത് കൂടുതലായി ചിന്തിക്കുന്നവർ ഉയരത്തിൽ നിക്ഷേപം കൂടുതലായി സ്വരൂപിക്കുന്നു. നിത്യതയിലേക്ക് നോക്കി പാർത്ത് ജീവിച്ചിരുന്ന ഒരു പഴയ നിയമ ഭക്തനായിരുന്നു അബ്രഹാം. അദ്ദേഹത്തെപ്പറ്റി എബ്രായ ലേഖനകർത്താവ് പറയുന്നത്: "വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു." ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കാത്തിരിപ്പ് ഏറ്റവും അധികമായി വേണ്ടിയത് നിത്യതയ്ക്ക് വേണ്ടിയായിരിക്കണം. നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള ആകാംക്ഷയോടും പ്രത്യാശയോടും കൂടെ നിത്യതയുടെ വെളിച്ചത്തിൽ ഈ ലോകവാസം നയിക്കാം. ജോനഥാൻ എഡ്വേർഡിൻ്റെ ആ ഹ്രസ്വവും മനോഹരവുമായ പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാം. "ലോർഡ്, സ്റ്റാമ്പ് ഇറ്റേണിറ്റി ഓൺ മൈ ഐബോൾസ്." കർത്താവേ, നിത്യത എൻ്റെ കണ്ണിൽ പതിപ്പിക്കണമേ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.